ഇന്നലെ നമ്മളൊരു മത്തങ്ങ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ സാമ്പാർ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് ഒരു ചോറ് ഉണ്ണാന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. മത്തങ്ങ സാമ്പാർ എന്ന് പറയാൻ പാടില്ല, മത്തങ്ങ കറി എന്നേ പറയാൻ പാടുള്ളൂ എന്നാണ് ഒരു പാചക വിദഗ്ധൻ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടത്. ഞാൻ നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാറില്ല വല്ലാതെ, എന്നാൽ പോലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി റെസിപ്പിയൊക്കെ ആൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്ക് ട്രൈ ചെയ്തൊരു റെസിപ്പിയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല വറുത്ത കിളിമീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാൾ മുന്നേ ഒരു ബീഫ് അച്ചാർ ഓർഡർ വന്നപ്പോൾ ചെയ്തിട്ട് കുപ്പിയിലാക്കിയതിന് ശേഷം ഒരു ഇച്ചിരി ബാക്കി ഉണ്ടാവില്ലേ, അതുപോലെ കുഞ്ഞു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മളുടെ ചോറിൻ്റെ ഒപ്പം വിളമ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഞാനൊക്കെ ചെപ്പുകളൊക്കെ തപ്പി നോക്കിയപ്പോൾ ഉണ്ട് കഴിഞ്ഞ ഓണത്തിന് ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മധുര പുളിയിഞ്ചി, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു മധുര പുളിയിഞ്ചിയാണ് കേട്ടത്. അപ്പോൾ അതും കൂടിയിട്ട് സാമ്പാറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ തപ്പിയെടുത്തതാണ്. കണ്ടില്ലേ, ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് ഇത്രയും നാളിരുന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണണത്. അപ്പോൾ നമ്മളുടെ സാമ്പാർ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് പറയാനായിട്ട് മറക്കരുത് കേട്ടോ.